ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് നന്ദിപ്രതിഷ്ഠ. ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ നന്ദിപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ആന്ധ്രയിലെ ലേപാക്ഷി ക്ഷേത്രമാണ്. ക്ഷേത്രവിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. जातवेदसे सुनवामसो ममराति यतो निदहाति वेदः सनक्वर्षदति दुर्गाणि विश्वानावेव सिन्धुं दुहितात्यग्निः. പണിമൂല ദേവീക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പണിമൂല ദേവീക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രം വിശാലമായ ഒരു ഭൂപ്രദേശത്തിലെ ജനതയുടെ വിശ്വാസ കേന്ദ്രമായി നിലകൊള്ളുന്നു. विराजिते कञ्जभवादिसुरौकपरिष्टुतलोक विस्तृतवरवैभवे मञ्जुलवाग्मय निर्जितकीरकले चलराजसुकन्यके आलय हे ललिता परमेश्वरि मामपराधिनमम्बिके. ആകാശമാർഗെ സഞ്ചരിച്ച രണ്ട് ദേവതമാർക്ക് ഈ പ്രദേശത്തിന്റെ വിശുദ്ധിയും ഐശ്വര്യവും കണ്ട് ഇവിടെ കുടിയിരിക്കണമെന്ന് ആഗ്രഹം ജനിച്ചുവെന്നും അവർ അപ്രകാരം കുടികൊണ്ട പ്രദേശമാണിത് എന്നുമാണ് ക്ഷേത്ര നിർമ്മിതിക്ക് പിന്നിലെ ഐതിഹ്യം. ദേവതാ സാന്നിധ്യം സ്വപ്നരൂപേണ അറിഞ്ഞ നാട്ടുകാർ ഈ പ്രദേശത്ത് ആരാധന ആരംഭിച്ചു. ജ്യേഷ്ഠത്തി പണിമൂലയിലും അനുജത്തി തൊട്ടടുത്ത് മരപ്പൻകോടുമാണ് കുടിയിരിപ്പിനായി തിരഞ്ഞെടുത്തത്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. 2 വർഷത്തിലൊരിക്കലാണ് പണിമൂലയിൽ ഉത്സവം. അതിനിടയ്ക്കുള്ള വർഷങ്ങളിൽ മരപ്പൻകോട് ക്ഷേത്രത്തിൽ ഉത്സവം നടത്തപ്പെടുന്നു. ഈ 2 ഉത്സവങ്ങളിലും ഇരു ദേവതമാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 2 ശ്രീകോവിലുകളുള്ള പണിമൂല ക്ഷേത്രത്തിൽ ഒരു ശ്രീകോവിലിൽ ദുർഗയും മറ്റൊന്നിൽ ഭദ്രകാളിയുമാണ് ആരാധിക്കപ്പെടുന്നത്. ആദ്യകാലത്ത് ദുർഗാദേവിയുടെ ആരാധനാസ്ഥാനം മാത്രമായിരുന്നു സ്ഥിരമായി ഉണ്ടായിരുന്നത്. അന്ന് ഉത്സവകാലത്ത് പച്ചപ്പന്തൽ കെട്ടി ഭദ്രകാളിയെ കുടിയിരുത്തി ആരാധിക്കുന്ന സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ 1920 നടന്ന ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായി 2 ശ്രീകോവിലുകൾ കെട്ടി ഇരു ദേവതമാരെയും പ്രതിഷ്ഠിക്കുകയായിരുന്നു. ആദ്യകാലത്ത് എട്ടരയോഗത്തിലെ ഇടത്തറപ്പോറ്റിയുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. എന്നാൽ കാലാന്തരത്തിൽ ക്ഷേത്രം നശിക്കുകയും ആ സ്ഥലം ചില നായർ കുടുംബാംഗങ്ങളുടെ കൈവശം വന്നു ചേരുകയും ചെയ്തു. തുടർന്നാണ് ദേവപ്രശ്നവും ക്ഷേത്ര പുനർനിർമ്മാണവും നടന്നത്. समादर साहस तोषिते पालय हे ललिता
സാധാരണ മീനമാസത്തിലാണ് ക്ഷേത്രോത്സവം നടക്കുക. ഉത്സവത്തിന്റെ 2-ാം ദിവസം മുതൽ പാൽപായസവും ചെമ്പ് പായസവും നടത്താറുണ്ട്. പണിമൂല ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് പൊങ്കാലയാണെന്നും സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാല നാടിന്റെ ഐശ്വര്യത്തിന് കാരണമാകുമെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുംഭമാസത്തിലെ അശ്വതി നാളിൽ പണിമൂല ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആരംഭിച്ചത്. തെക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പണിമൂല ദേവീക്ഷേത്രം. ഇവിടെ 2 ദേവിമാരുടെ പ്രതിഷ്ഠയാണുള്ളത്. ഭദ്രകാളി പ്രതിഷ്ഠയും അതുപോലെ തന്നെ ദുർഗാദേവിക്കും പ്രതിഷ്ഠയുണ്ട്. ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ സ്ത്രീകളുടെ ഒരു ആഘോഷമാണ് ഇവിടുത്തെ പൊങ്കാല ഉത്സവവും. 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹോത്സവം ആണ്ടൂർക്കോണം, കഴക്കൂട്ടം, മംഗലാപുരം, ശ്രീകാര്യം, മാണിക്കൽ, വെമ്പായം എന്നീ പ്രദേശങ്ങളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും വിധം വിപുലമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന്റെ സമാപന ദിവസം കരൂർ മഹാദേവ വിഷ്ണുക്ഷേത്ര സന്നിധിയിൽ നിന്ന് കുത്തിയോട്ടം, താലപ്പൊലി, വാദ്യമേളങ്ങൾ, എഴുന്നള്ളത്ത് എന്നിവ പുറപ്പെട്ട് പണിമൂല സന്നിധിയിൽ അവസാനിക്കുന്ന ഗംഭീരമായ ഘോഷയാത്രയുമുണ്ട്. എല്ലാ വർഷവും കുംഭമാസം 8-ാം തീയതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹോത്സവവും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഹണിതം എന്ന വാക്കിന് വാക്ക്, മൊഴി എന്നെല്ലാമാണ് അർത്ഥം. മൊഴിയുടെ അഥവാ ശബ്ദത്തിന്റെ മൂലസ്ഥാനമായ ഓംകാരം എന്ന അർത്ഥത്തിലാണ് പണിമൂല എന്ന പേര് ഈ ദേവസ്ഥാനത്തിന് ലഭിച്ചതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ വിവിധ ദേവതാരൂപങ്ങളിൽ ദർശനമരുളുന്ന പ്രപഞ്ചശക്തിയും ഓംകാര സ്വരൂപിണിയുമായ ആദിപരാശക്തിയുടെ സ്ഥാനമാണ് ഇത്. തികച്ചും കേരളീയ മാതൃകയിൽ 2 നിലകളായി പണിത മുഖപ്പ്, അതിലൂടെ അകത്തേക്ക് കടക്കാൻ തുല്യ പ്രാധാന്യത്തോടെ പണിത 2 വാതിലുകൾ, അത് കടന്ന് അകത്തെത്തിയാൽ ഏതാണ്ട് ഒരേ ഘടനയുള്ള 2 ശ്രീകോവിലുകൾ, ഗണപതി, ബ്രഹ്മരക്ഷസ്, നാഗദേവതമാർ തുടങ്ങിയ ഉപദേവതമാരും ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഇവിടെ അതിപ്രധാനമായിട്ടുള്ള വഴിപാടെന്ന് പറയുന്നത് പായസ വഴിപാടാണ്. അത് ഉത്സവാഘോഷ സമയങ്ങളിലും അല്ലാതെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ പായസ വഴിപാടാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കുന്നത്. മുഖഞ്ചാർത്ത്, വളരെ ഭംഗിയായ മുഖഞ്ചാർത്ത് അത് വഴിപാടായി നടത്താറുണ്ട്. അതുപോലെ തന്നെ ഉദയാസ്തമന പൂജ അത് നടത്താറുണ്ട്. വിപുലമാകുന്ന നഗരത്തിന്റെ ഭാഗമാകുമ്പോഴും തികച്ചും ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് ലളിതവും എന്നാൽ വിശ്വാസത്തിന്റെ പ്രൗഢി കാത്തുസൂക്ഷിക്കുന്നതുമായ തരത്തിൽ നിലനിൽക്കുകയാണ് പണിമൂല ദേവീക്ഷേത്രം. സർവജഗൽ പരിപാലന ദീക്ഷിത
ലൗകിക തൃഷ്ണകളുടെ മായാ പ്രപഞ്ചത്തിലുഴലുന്ന നമുക്ക് ശാശ്വത ശാന്തിയുടെ വെളിച്ചം മനസ്സിൽ നിറയ്ക്കാൻ മാതൃദേവതമാരുടെ ഈ മഹത് സന്നിധിയിൽ കൈകൂപ്പാം.